അപ്പം മണ്ണിനടിക്ക് നമുക്ക് നടാനുള്ള എല്ലാ സാധനങ്ങളും എല്ലാവരും നട്ട് കഴിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാം നടേണ്ട സമയമായിരുന്നു. നല്ല പറ്റിയ കാലാവസ്ഥ നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ കൃഷിയാണ് ചെയ്തത്. അപ്പോൾ ഇതുവരെ കൃഷി ചെയ്തവർക്ക് എന്തായാലും ഇനി ഈസ്റ്റർ, വിഷു ഒക്കെ വരുവാണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ളതായ പച്ചക്കറികളൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ, ഞാൻ കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ട്. അപ്പോൾ ഇനി ഏപ്രിൽ മാസത്തിൽ നമുക്ക് എന്തൊക്കെ നട്ടുപിടിപ്പിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തിലും നമ്മൾ ചെയ്യേണ്ട കൃഷികളെക്കുറിച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കൃഷി ചെയ്യുന്നു എന്നും എനിക്കറിയാം. പക്ഷേ എങ്കിലും നമ്മളുണ്ടല്ലോ, സീസൺ അനുസരിച്ച് കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിലുള്ള വിളവൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ മാസത്തിലും നമുക്ക് എല്ലാം നടാം. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും, എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. പിന്നെ കുറച്ചൊക്കെ നമ്മൾ നടുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് പിന്നെ വിജയം അല്ലാതെ വരും, ചിലപ്പോൾ നമുക്ക് തോൽവിയായിരിക്കും അല്ലേ. എന്ന് കരുതി നമ്മൾ കൃഷിയെ നമ്മൾ അങ്ങ് തള്ളിക്കളയാൻ പാടില്ല. നമ്മളെന്ത് വേണം, കുറച്ചൊക്കെ നമ്മൾ നടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഏത് സമയത്തും നടാൻ പറ്റുന്ന ഒന്നാണ് ചീര എന്ന് പറയുന്നത്. അപ്പം ചീര നടാത്ത വീട് കാണത്തില്ല അല്ലേ. അപ്പോൾ എല്ലാവരും ചീര കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം. കാരണം നല്ല ഇതല്ലേ, നമുക്കിപ്പം പറ്റിയ കാലാവസ്ഥയാണ് ഈ ചീര നടാനായിട്ട്. നല്ലതുപോലെ തഴച്ച് വളരുന്ന സമയമാണ്. അതിനനുസരിച്ച് നമുക്ക് വെയിലും മഴയും ഒക്കെ ഈശ്വരൻ ക്രമീകരിച്ച് തരുന്നുണ്ട് അല്ലേ. അപ്പം നല്ല രീതിയിൽ എല്ലാവരും ചീര നടാനായിട്ട് ശ്രമിക്കാം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ രണ്ടാമെന്ന് പറഞ്ഞാൽ പയർ നമുക്ക് ഏത് സമയത്തും നടാവുന്നതാണ്. അപ്പം മഴയെന്നോ വെയിലെന്നോ ഒന്നുമില്ല. പയർ നമുക്ക് വെള്ളം കോരിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ പയർ നമുക്ക് പടർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ തുടക്കം മുതലേ പറയുന്നതാണ്, എൻ്റെ വീഡിയോ തുടങ്ങുന്ന സമയം മുതലേ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഒരു പയർ അങ്ങോട്ട് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പയർ ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ആ പയർ ഉണങ്ങിയ അരി നമ്മൾ വേറെ കവറിനകത്തോ അല്ലെ പറമ്പിൽ അങ്ങ് കുഴിച്ചിട്ടേക്കുക. അപ്പോൾ നമുക്കെന്തോ അടുത്തടുത്ത് നമുക്ക് പയർ പറിക്കാനായിട്ട് സാധിക്കും. അപ്പം കുറേ പേര് ഇങ്ങനെ പയർ കൃഷിയൊക്കെ ചെയ്ത് നല്ല വിളവ് അവർക്ക് കിട്ടിയും നല്ല രീതിയിൽ അവർക്ക് പിന്നെ മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങിക്കാതെ അവർക്ക് കറികളൊക്കെ വയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറേ പേര് നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ എല്ലാവരും പയറൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ നട്ടിട്ട് വിഷുവിന് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ ജനുവരി മുതലേ പറയുന്ന കാര്യങ്ങളാണ് നടണം എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഏപ്രിൽ മാസത്തിൽ നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഏപ്രിൽ മാസത്തിൽ മത്തനെ, വെള്ളരിയൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. ഈ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് മത്തനും വെള്ളരിയൊക്കെ. അപ്പം നിങ്ങൾ അതും കൂടെ, ഇതെല്ലാം നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ വിത്തുകൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് കൃഷി ചെയ്യാവുന്നതാണ്. നല്ല വിത്തുകളാണ്. കാരണം ഞാനത് നട്ട് പിടിപ്പിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ വിത്തുകൾ തരുന്നത്. കാരണം നല്ല രീതിയിൽ നല്ലതുപോലെ പടർന്ന് കയറിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അത് നല്ല രീതിയിൽ എന്നിട്ട് തടമൊക്കെ എടുത്ത് നല്ല നിലമൊക്കെ ഒരുക്കിയതിന് ശേഷം നിങ്ങൾ ഈ വിത്തുകളൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പാവൽ, പടവലം, ഇത് രണ്ടും കീടശല്യം ഒന്നുമില്ലാതെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റിയ കാലാവസ്ഥയാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നട്ടുപിടിപ്പിച്ച് പന്തലിലൊക്കെ കയറ്റിയിട്ട് നല്ലതുപോലെ പാവലും പടവലും ഒക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിന് ചുറ്റും നമുക്ക് ഇങ്ങനെ ഓരോ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ച് ഓരോ വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം നട്ട് മാത്രം പോരാ, നമുക്ക് അതിൻ്റെ കുറച്ച് ക്ഷമയും കുറച്ച് മനസ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് കെയർ കൊടുത്തിട്ട് അത് വളർത്തിയെടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പം മണ്ണിനടിക്ക് നമുക്ക് നടാനുള്ള എല്ലാ സാധനങ്ങളും എല്ലാവരും നട്ട് കഴിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാം നടേണ്ട സമയമായിരുന്നു. നല്ല പറ്റിയ കാലാവസ്ഥ നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. ചേന, ചേമ്പ്, കാച്ചിൽ, കിഴങ്ങ്, കൂവ, ഇഞ്ചി, മഞ്ഞൾ, ഇങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് നടാൻ പറ്റിയ സമയമാണ്. ഇനിയും നടാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ നടുക. അതൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുപാട് നടണം എന്നല്ല പറയുന്നത്, അത്യാവശ്യം നമ്മുടെ വീട്ടിൽ വിടുന്ന സാധനങ്ങൾ നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം നടാനായിട്ട് ഗ്രോ ബാഗോ ചട്ടിയോ ചാക്കോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നടാവുന്നതാണ്. അതുപോലെ തന്നെ മണ്ണില്ലാ കൃഷി. അപ്പം മണ്ണില്ലാത്തവർക്കും കൃഷി ചെയ്യാനായിട്ട് നമ്മളൊരു വിദ്യയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, മണ്ണില്ലാ കൃഷി അല്ലേ. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് അതും നിങ്ങളൊന്ന് ഫോളോ ചെയ്താലും നന്നായിരിക്കും. കാരണം മണ്ണില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഈ മണ്ണ് കയറ്റി പിന്നെ ടെറസിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് മണ്ണില്ലാ കൃഷി. അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
ഇനി വളമില്ലാതെ വിഷമിക്കുന്നവർക്കെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ അടിഞ്ഞുകൂടുന്നതായ കരിയിലകൾ, പച്ചിലകൾ, ഇതെല്ലാം നമുക്ക് വളമാക്കി മാറ്റാനായിട്ട് സാധിക്കും. കോഴിയുള്ളവർക്ക് കോഴിവളം, ആട്ടിൻ കാഷ്ടം, എങ്ങനെയൊന്നും വേണ്ട, എല്ലാം നമുക്ക് വളമാണ്. ഇപ്പം വേസ്റ്റൊന്നും നമുക്ക് കളയാനില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് വളമാക്കി മാറ്റി നമ്മുടെ കൃഷികൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ എൻ്റെ പറമ്പിൽ എനിക്ക് വേണ്ടതായ എല്ലാ സംഗതികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം എന്താണ് ഹിറ്റാച്ചിയൊക്കെ കൊണ്ടുവന്നിട്ട് നിലമൊക്കെ നല്ലതുപോലെ ഉഴുത് മറിച്ചിട്ടിട്ട് അതിനകത്താണ് നമ്മൾ ജോലിക്കാരെ നിർത്തി എല്ലാം നട്ടുപിടിപ്പിച്ചു. ഇപ്പോൾ ഒന്നും കിളിച്ചൊന്നും വന്നിട്ടില്ല. നട്ടുടനെ നമുക്ക് ഉടനെ കിളിച്ച് വരണമെന്നൊന്നും ഇല്ല കേട്ടോ. അത് കുറച്ച് ദിവസമൊക്കെ എടുക്കും അത് കിളിച്ച് വരാനായിട്ട്. കുറച്ച് പേർക്കൊക്കെ അത് നട്ട ഉടനെ കിളിച്ച് വന്നില്ല എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ട്, കമൻറ്റിലൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഇനി വന്നോളും കേട്ടോ. അതിൻ്റെ സമയമാകുമ്പോൾ അവരെന്തായാലും ഭൂമിക്കടിക്ക് കുത്തിയിരിക്കത്തില്ല, അവരിങ്ങ് വന്നോളും, നമ്മളെ കാണാനായിട്ട് അവരിങ്ങ് വന്നോളും. പിന്നെ നമ്മൾ അതിന് വേണ്ടതായ വളങ്ങളൊക്കെ ഇപ്പോൾ സംഘടിപ്പിച്ച് വെക്കണം. അതിനെ ചിക്കി എടുപ്പിക്കാനായിട്ടൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാണകവും ജൈവവളങ്ങളോ കമ്പോസ്റ്റ് ഒക്കെ നമ്മൾ ഒരുക്കി വയ്ക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ പിന്നെ കോളിഫ്ലവർ, ക്യാബേജ് അങ്ങനെയൊന്നും നടേണ്ട കാര്യമില്ല, പുതുതായിട്ട് നടണ്ട. കാരണം നമ്മുടെ കോളിഫ്ലവറിൽ നിന്ന് നമുക്ക് വരുന്നതായ കൊമ്പുകൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് കോളിഫ്ലവർ, ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ നടേണ്ട സമയം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസം നമ്മൾ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ എന്തായാലും അത് ചെയ്യേണ്ട, കാരണം നമുക്ക് നല്ല വിളവ് അതിൽ നിന്ന് കിട്ടത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ കോളിഫ്ലവറൊക്കെ നമ്മുടെ കോളിഫ്ലവർ ചെടിയിൽ നിന്ന് വരുന്നതായ കൊമ്പുകൾ നമ്മൾക്ക് ഒടിച്ചു കുത്തിയിട്ട് വീണ്ടും വീണ്ടും നമുക്ക് നടാവുന്നതാണ്. അത് നല്ല രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ ഇത് വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായ വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം വേണ്ടതായ കോളിഫ്ലവറൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ് മുളക് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ മുളകൊക്കെ നമുക്ക് നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കാനൊക്കെ സാധിക്കും. മുളകിനെ ആക്രമിക്കുന്ന വെള്ളീച്ചയൊക്കെ ഓടിക്കുന്നതായ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മുളക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും വേണ്ടുന്ന സാധനമാണ് ഈ മുളകെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതൊക്കെ ഒരുപാട് കീടനാശിനികൾ തളിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയായാലും നമ്മുടെ വീട്ടിൽ പൊടിക്കാൻ വാങ്ങുന്ന ഒരു മുളക് എടുത്തിട്ട് നിങ്ങളൊന്ന് നട്ടുപിടിപ്പിച്ചോളൂ. ഇപ്പം തന്നെ നട്ടുപിടിപ്പിച്ചാൽ അത് നല്ലതുപോലെ വളർന്നു വരുന്നതായിരിക്കും. കാരണം നല്ല കാലാവസ്ഥയാണ് ഇപ്പം മുളകൊക്കെ കിളിച്ച് വരാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ പലതരത്തിലുള്ളതായ മുളകൊക്കെ ദാണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഉണ്ടമുളകുണ്ട്, വയലറ്റ് മുളകുണ്ട്, പച്ചമുളകൊക്കെ ഇങ്ങനെ പച്ചക്കറി മുളക് ഒക്കെ എല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. ചിലതൊക്കെ കുരുടാറുണ്ട്. അപ്പം ഇനി പിന്നെ കുരുടുന്നു, ഇപ്പം എനിക്ക് കുരുടത്തില്ല എന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അസുഖം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പം മനുഷ്യനായാലും മൃഗമായാലും ചെടിയായാലും എല്ലാവർക്കും ഓരോ തരത്തിലുള്ളതായ അസുഖങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കരുതി നമ്മൾ പിന്നെയും ജീവിക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ അതിനുള്ള മരുന്ന് കഴിക്കും, പിന്നെ നമ്മൾ ജീവിക്കും, പിന്നെ അസുഖങ്ങൾ വരും, പിന്നെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ചാലും നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇനി ആരും എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ വയസ്സ് ചെന്നു, റിട്ടയർ ചെയ്തു, അങ്ങനെയൊക്കെ പറയുന്ന കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. അത് അങ്ങനെയൊക്കെ പറയാതിരിക്കുന്നവരും കുറേ പേരുണ്ട്. കാരണം 77 വയസ്സുള്ള ആൻറ്റി വരെയും എന്നെ വിളിച്ചിട്ട് മിനിമോളെ ഞാൻ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൻറ്റിമാരും എനിക്കുണ്ട്. അപ്പം ആരും റിട്ടയർ ചെയ്തു ഇനി എനിക്ക് വിശ്രമിക്കണം, എനിക്ക് വെറുതെ ഇരിക്കണം എന്ന് വിചാരിച്ച് ആരും ഇരിക്കേണ്ട. കാരണം എനിക്ക് ഒരു ഉദാഹരണം പറയുന്നത് എൻ്റെ നാത്തൂനെ തന്നെയാണ്. റിട്ടയർ ചെയ്ത എൻ്റെ അച്ഛൻ്റെ പെങ്ങളെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. കുണ്ട്ര MGD സ്കൂളിലെ ടീച്ചർ അന്നമ്മ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഒരു ചെടി പോലും കൈകൊണ്ട് നടുകയില്ലായിരുന്നു. സ്കൂളിൽ പോവുക, പിന്നെ കുക്കിംഗ് ആയിരുന്നു കേട്ടോ ആൾ. എന്നിട്ട് സ്കൂളിൽ പോവുക, കുക്കിങ്ങൊക്കെ ചെയ്യുക, ഇതൊക്കെ തന്നെ മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു. ഒരു ചെടി പോലും അമ്മമ്മ നടത്തേയില്ലായിരുന്നു. ഇപ്പം അമ്മമ്മയ്ക്കാണെങ്കിൽ സമയമേ കിട്ടുന്നില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അമ്മാമ്മയ്ക്ക് സമയമേ ഇല്ലെന്നാണ് പറയുന്നത്. അന്നൊക്കെ പറയായിരുന്നു മിനി ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എങ്ങനെ ഈ സമയമെല്ലാം വെറുതെ കളയും, ഞാൻ ഉറങ്ങി തീർക്കണമല്ലോ എന്നൊക്കെ പറയുന്ന അമ്മാമ്മ പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വീടിന് ചുറ്റും നല്ല ഗാർഡനും പച്ചക്കറികളും ഒക്കെ ആയിട്ട് അമ്മാമ്മയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു, ഓടിച്ചാടി നടക്കുന്നു, വെള്ളം ഒഴിക്കണം, വളമിടണോ, ഇനി എന്താണ് ഉറക്കമൊന്നുമില്ല ഇപ്പം പുള്ളിക്കാരത്തേക്ക്. ഇപ്പോൾ ഈ ചെടിയെ വളർത്തണം, ഈ പച്ചക്കറി പിച്ചണം, ഇതൊക്കെ ഉള്ളൊരു ആകാംക്ഷയിൽ ഇങ്ങനെ അങ്ങ് പാറിപ്പറന്ന് നടക്കുകയാണ്. മറ്റേത് പിന്നെ പല അസുഖങ്ങളെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കള്ളമടിച്ചിരിക്കുന്ന സ്വഭാവമൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ മാറി നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആർക്കും ഇത് ചെയ്യാനായിട്ട് സാധിക്കും.
ഒരു പ്രചോദനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എൻ്റെ നാത്തൂനെ പൊക്കി പറയാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഏത് അസുഖമെന്ന് പറഞ്ഞാലും നമ്മുടെ നിഷിജ പറഞ്ഞതുപോലെ ഈ കൃഷി എന്ന് പറയുന്നത് ഒരു തെറാപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ കൃഷിയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക, ആരും മടി പിടിച്ച് ഇരിക്കാതെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഏപ്രിൽ മാസത്തിൽ നട്ടുപിടിപ്പിക്കേണ്ട പച്ചക്കറികളെക്കുറിച്ച് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറികളുടെയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം നമുക്ക് വെയിലും മഴയും ഒക്കെ കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ അവർ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.